പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യയുടെ അടുത്ത് ജലജ ചോദിക്കുന്നുണ്ട്, ഇങ്ങനൊരു ഡ്രസ്സും ധരിച്ചിട്ട് നീ എവിടെ പോയതായിരുന്നു എന്നുള്ള കാര്യം. ഇത് കേട്ട നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇപ്പോ ആഡിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറയാതിരിക്കുന്നതാണ് നല്ലത്. ആഡ് വൈറലായതിനു ശേഷം, ഞാൻ വലിയൊരു സെലിബ്രിറ്റി ആയതിനു ശേഷം ഇവിടെയുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞാൽ മതി എന്നുള്ള കാര്യം. തുടർന്ന് നവ്യ ജലജയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയതായിരുന്നു എന്നുള്ള കാര്യം. എന്നാ ജലജയുടെ ഈ ചോദ്യമൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്ക് ദേഷ്യം വരികയും, നീ ഒന്നും അറിയാത്തതുപോലെ അവളുടെ അടുത്ത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കരുത്. അവൾ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എന്ത് ഡ്രസ്സ് ഇട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നിനക്കറിയില്ലേ? അത് ആദ്യം നീയും അഭിയും അറിഞ്ഞിരിക്കണം. ഇവളെ പോലെ ഒരുത്തിയുടെ കാര്യങ്ങൾ ഞാൻ എന്തിനാ നോക്കുന്നത്? നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ ദരിദ്രവാസിയായ ഇവളെ എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എത്ര വലിയ തെറ്റാണെന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവള് ചെയ്തത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവളെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അപ്പോഴേ ഈ വീട്ടില് പിടിച്ചിരിക്കുന്ന ശാപം ഒഴിയുള്ളൂ. റോഡില് അലഞ്ഞു തിരിക്കുന്ന നിൽക്കുന്നവളെയൊക്കെ മരുമകളായിട്ട് കയറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്താന്നൊക്കെ പറയണേ. പക്ഷെ ഇത് കേട്ടിട്ട് നയനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് നിർത്തുവോ? എന്റെ ചേച്ചി തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കല്യാണം നടന്നത്. ഇപ്പോ എടുത്തിട്ടതുപോലെ വെളിയിൽ കൊണ്ടേ കളയണം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്നാ നയനയുടെ ഈ സംസാരം കേട്ടിട്ട് ഷടപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ജലജ. നീ എന്താ വലിയവളാണോ? തലയില് സാരി മറയ്ക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ നാടകളും നടത്തിയത് നീ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു വീട്ടില് മരുമകളായിട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം സ്വത്തുകളും നിന്റെ പേരിൽ വരുന്നുള്ള കാര്യം അറിയാം. അതാണ് നിന്റെ നടപ്പ്. ഇപ്പൊ ഒന്നും അറിയാതെ പോലെ വന്നു നിന്നിട്ട് നല്ലവളായി നനച്ച് എന്നിട്ടിപ്പോ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇവിടെയുള്ള സ്വത്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയില്ല എന്നാണോ വിചാരം? ജലജ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് ആദർശിന് ദേഷ്യം വരികയും, ചെറിയമേ നിർത്തിക്കോണം, ഇങ്ങനത്തെ സംസാരം ഇനി വേണ്ട. മണ്ഡപത്തില് തല മൂടിയിരിക്കുന്ന സമയത്ത് ആദ്യം നയനയാണ് തല പൊന്തിച്ച് കാണിച്ചത്. അത് മറന്നുപോയോ? അബിയുടെ കൂടെ നയന പോയത് കൊണ്ട് ആണ് തല മൂടിയിട്ട് ഇരിക്കേണ്ടി വന്ന എന്നുള്ള കാര്യം മറന്നുപോയോ? ഒരു കുടുംബത്തിന്റെ മാനം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും, അതുപോലെ തന്നെ ഒരു അച്ഛന്റെയും അമ്മയുടെയും ജീവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവളും കല്യാണം കഴിക്കാനുള്ള കാരണം ആരാണ്? ഇപ്പൊ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? ഇപ്പോഴത്തെ പ്രശ്നം ഇതല്ല. നിങ്ങളുടെ മരുമകള് വേഷം ധരിച്ചു പോയതാണ്. എപ്പോഴോ നടന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ നടന്ന വിഷയം മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? അതുമാത്രമല്ല, നവ്യ ചെയ്ത കുറ്റത്തിന് നവ്യയുടെ അനിയത്തിയായ നയനയെയും കുടുംബത്തെയും ആക്ഷേപിക്കുന്നത് ശരിയല്ല. ചേച്ചി അനിയത്തിയാന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ നയന ഈ വീട്ടിൽ നടക്കുന്നതും നവ്യ ഈ വീട്ടിൽ നടക്കുന്നതും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറയോ അവര് ചേച്ചി അനിയത്തിയാണെന്നുള്ള കാര്യം? രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ചേച്ചി അനിയത്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത്രയും പാരമ്പര്യമുള്ള ഒരു കുടുംബത്തില് മരുമകള് എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണ്ട എന്നുള്ളതിന് എക്സാമ്പിൾ ആണ് ഇവർ രണ്ടുപേരും. അവളുടെ ചേച്ചി ചെയ്ത തെറ്റിന് നയനയെ കുറ്റപ്പെടുത്തുന്ന സംസാരം ഇതോട് കൂടിയിട്ട് നിർത്തിക്കോണം. മനസ്സിലായില്ലേ? ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ പാരമ്പര്യത്തെ തകർക്കുന്ന രീതിയിലോ ഈ വീട്ടിലുള്ള ആരുടെങ്കിലും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലോ ഇതുവരെ നയന ആരോടും പെരുമാറിയിട്ടില്ല. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റുമോ? വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അബിയെ വിളിക്കുകയാണ്. നീ ഒരാണാണെന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയെ നിന്റെ കൺട്രോളിൽ വെക്കാനുള്ള വഴി എന്താന്ന് വെച്ചാൽ ആലോചിക്ക്. ഇങ്ങനെ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ആദർശ് അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നയനയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആദർശ് പറഞ്ഞു കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും ജാനകിക്കും അതുപോലെ അനിക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ നയനയും എന്നെ സപ്പോർട്ട് ചെയ്ത് ആദർശമായിട്ട് സംസാരിച്ചല്ലോ എന്നുള്ളൊരു രീതിയിൽ സന്തോഷിക്കുന്നത് ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ദേവയാനിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് നയന നേരെ കണ്ണന്റെ മുമ്പിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്, പൂജാമുറിയില്. എന്നിട്ട് കണ്ണ, നീ കേട്ടല്ലോ, മുമ്പ് നിന്റെ മുമ്പ് വന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ആദർശേട്ടൻ സപ്പോർട്ട് ചെയ്യാതെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആദർശേട്ടൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കേട്ടല്ലോ. ഇതിനെല്ലാം കാരണം നീ ഒരുത്തനാണ് കണ്ണ. അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ആദർശേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. എന്നാൽ ഇന്ന്
എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അവര് എന്നെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കില്ല, പുറത്തു എന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം മാറ്റി പറയുന്ന ഒരു ദിവസം വരും, ആദർശേട്ടൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുമെന്ന്. അത് എന്തായാലും ഇനി ഒരു നാൾ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഇനി അധികം വൈകാതെ തന്നെ എന്റെ ഭാര്യയാണെന്നുള്ള കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയുമെന്നുള്ള കാര്യം എനിക്കിപ്പോ ഉറപ്പായി. ഇതിനെല്ലാം കാരണം കണ്ണ, നീ ഒരാൾ മാത്രമാണ്. നിന്റെ കരുണ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ നടന്നത്. ഇതിനൊക്കെ പകരമായിട്ട് എനിക്ക് നന്ദി പറയാൻ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നയന കരഞ്ഞുകൊണ്ട് കണ്ണന്റെ മുമ്പിൽ നന്ദി പറയാം.